ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സഞ്ജിബിൽ ഹലീബ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് പ്രവാസിയായിട്ടുള്ള ഒരു സുഹൃത്താണ്. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരണുണ്ട്. ഇനി നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരല്പം വലിയ സൈസ് ഇഞ്ചി തന്നെയാണ്. അപ്പോൾ നമ്മളത് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണെന്നത്. ഇഞ്ചി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. 1 മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കണം. അത്രയും സമയം കൊണ്ടിട്ട് ഈ ഇഞ്ചിയുടെ ഫ്ലേവർ എല്ലാം ഈ വെള്ളത്തിൽ നല്ലതുപോലെ ഇറങ്ങും. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെ ഫ്ലേവർ എല്ലാം വെള്ളത്തിൽ നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത് കൊടുത്ത 2 ഗ്ലാസ് പാലും ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നല്ല ചൂടായിട്ടുള്ള പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഇറക്കാം. സഞ്ജിബിൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്, ഹലീബ് എന്ന് പറഞ്ഞാൽ പാലാണ്. ഇത് ദിവസവും രാവിലെ നമ്മൾ ഈ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. ശരീരത്തിലെ ആവശ്യമില്ലാത്ത കൊഴുപ്പ് മാറ്റാനായാലും അതുപോലെ തന്നെ മെലിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണിത്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് പാലായതിൻ്റെ പേരിലാണ് 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറവായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സഞ്ജിബിൽ ഹലീബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഞ്ചിയുടെയും തേൻ്റെയും ഗുണങ്ങളെല്ലാം. അപ്പോൾ അത്രയും ഗുണമുള്ള ഒന്നാണ് ഈ പാലും. പലർക്കും പാലെന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒന്നാണ്. പക്ഷേ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കത് ഇഷ്ടമാവും. എന്നാൽ ശരി, നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ കമൻറ്റ്സ് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.